വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളങ്ങനെ ഇന്ന് ഈ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എടുക്കുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിളിൽ കയറുക, ഇൻകം ടാക്സിൻ്റെ സൈറ്റ് അടിക്കുക. അപ്പോൾ ഞാൻ അവിടെ ലിങ്ക് ഓൾമോസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇൻകം ടാക്സ് എന്ന സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന് കാണിക്കും. കണ്ടോ, കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. നെറ്റ്വർക്ക് ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് കറങ്ങും കേട്ടോ, ഇല്ലെങ്കിൽ എത്ര സ്ലോ. അതിനുശേഷം വീണ്ടും താഴോട്ട് പോവുക. ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് കണ്ടോ, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, പ്രസ് ചെയ്ത് കഴിയുമ്പം ആധാർ നമ്പർ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പം ആധാർ നമ്പർ അടിച്ച് ആ താഴെ ഐ കൺഫേം എന്നുള്ളത് കണ്ടോ, ഐ കൺഫേം ടിക്കുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് വീണ്ടും ഇതൊക്കെ വായിക്കണം കേട്ടോ. അതിനുശേഷം ടിക്ക് ചെയ്യുക. ജനറേറ്റ് ആധാർ ഒ ടി പി വരും. അപ്പോൾ ഒ ടി പി അടിച്ചു കൊടുക്കുക. ഒ ടി പി ഒക്കെ ചെറിയൊരു ഡിലേ ഒക്കെ വീഴും. നമ്മുടെ ഒ ടി പി വന്നില്ലെന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. ഓക്കെ, അപ്പം ഒ ടി പി അടിച്ചു കൊടുത്ത ശേഷം അവിടെ കണ്ടോ, ഞാൻ പതുക്കെ അടിച്ചു. ഇടയ്ക്ക് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും റീ അടിക്കാൻ പാടാണ് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ അടിക്കുക. ഓക്കെ, അതിനുശേഷം ഒ ടി പി അടിക്കുക. ഒ ടി പി അടിച്ച് ഓക്കെ കൊടുക്കുക. ഐ അഗ്രി എന്നും പറഞ്ഞ് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കറങ്ങി അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ പ്രൊഫൈൽ കാണിക്കും. ഈ പ്രൊഫൈലൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. അപ്പം പ്രൊഫൈലൊക്കെ വെരിഫൈ ചെയ്ത് കറക്റ്റ് ആകുമെന്നൊക്കെ നോക്കിയിട്ട് ഐ അക്സെപ്റ്റ് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ചിലത് മെയിൽ ഐ ഡി കാണിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കൊരു അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടും. ഇത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തന്നെ ഉടനെ ഒന്നും പാൻ കാർഡ് കിട്ടത്തില്ല. ഒരു 48 മണിക്കൂറിനുള്ളിലേ പാൻ കാർഡ് കിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യണം, ഇന്നിപ്പോൾ ഈ സമയത്താണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഓക്കെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എടുക്കുക. നേരത്തെ കണ്ടതുപോലെ ഒന്നും കൂടെ സൈറ്റിൽ കയറുക. ഗെറ്റ് ന്യൂ ഇ പാൻ എന്നല്ലേ കണ്ടത്, അതിൻ്റെ താഴെ സ്റ്റാറ്റസ് എന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ചെക്ക് സ്റ്റാറ്റസ്, അവിടെ അടിക്കുക. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ആധാർ നമ്പർ ചോദിക്കും. ആധാർ നമ്പർ കറക്റ്റായിട്ട് തന്നെ അടിക്കണം. ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കാണിക്കും മിസ്റ്റേക്കാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ ശേഷം എന്താ പഴയതുപോലെ തന്നെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒ ടി പി കണ്ടാ തെറ്റിച്ചടിച്ചുകൊണ്ടത്. അപ്പോൾ റീ അടിച്ച് കറക്റ്റ് ചെയ്തിട്ട് ഒ ടി പി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കറിയാൻ പറ്റിയത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴേക്കും കാണിക്കും നമുക്ക് പാൻ കാർഡ് ആയോ ഇല്ലയോ. വ്യൂ ചെയ്യാം, 2 ഓപ്ഷനാണ്, വ്യൂ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. സൈഡ് കണ്ടോ, ഡൗൺലോഡ് ഇ പാൻ. അപ്പോൾ ഡൗൺലോഡ് കൊടുത്ത ശേഷം നമുക്ക് ഡൗൺലോഡായി കിട്ടും. അതിനുശേഷം ഒരു പാസ്വേഡ് ചോദിക്കും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പം 03061997 അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പാസ്വേഡ്.